ഇന്നത്തെ വീഡിയോ ഒരു സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിനകത്തേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ആദ്യം ഇഞ്ചി 250 ഗ്രാം ഇഞ്ചി അരിഞ്ഞത്, അത് പിന്നീട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തത്, അധികം അരയരുത്. ഉപ്പ് വേണം, വെളിച്ചെണ്ണ, 9 പച്ചമുളക് ചോപ്പ് ചെയ്തത്, കറിവേപ്പില 5 തണ്ടിൻ്റെ, കായംപൊടി, ശർക്കര 200 ഗ്രാം ചീകി വച്ചിരിക്കുന്നത്, കടുക് 2 ടീസ്പൂൺ, 2.5 ടീസ്പൂൺ, ഉലുവപ്പൊടി 1 ടീസ്പൂൺ. ഇതൊരു ഇടത്തരം ഓറഞ്ചിൻ്റെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇഞ്ചി വല്ലാതെ അരഞ്ഞു പോകരുത്. നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും കറിവേപ്പിലയും, കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുക. 2.5 ടീസ്പൂൺ കടുകാണ് നമ്മൾ ഇടുന്നത്. അത് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇടാവുന്നതാണ്. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നല്ലതാണ്. ഇതെല്ലാം ആ പുളിയിഞ്ചിയിൽ അവസാനം ചേർന്ന് കറിവേപ്പിലൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, ആ രീതിയിലായി വരും. ഇഞ്ചി ഒന്ന് പൾസ് ചെയ്തെടുത്തിരിക്കുന്ന ആ ഇഞ്ചി നമ്മൾ ഇതിനകത്തിട്ട്, ഈ പുളിയിഞ്ചിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇഞ്ചി നമ്മൾ നല്ലോണം വേവിക്കണം. ആദ്യം ഈ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് വെന്ത് വരണം. വെന്ത് വന്നിട്ട് പിന്നീട് കുറുകുമ്പോഴാണ് ഇതിൻ്റെ ഒരു രുചി നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ നിറമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തുകൊണ്ടും ആദ്യം നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യും. പച്ചമുളക് ആഡ് ചെയ്ത് ഇടയ്ക്കിടെ, ഇതിപ്പോൾ ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിലാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇഞ്ചി അടിയിൽ കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു അല്പം കൂടി വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അടി പിടിക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ പച്ചമുളക് ഇഞ്ചിയോടൊപ്പം യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ കൂടുതൽ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലേക്ക് ഒരിക്കലും ഫ്ലെയിം കൊണ്ടുപോകരുത്. ഇങ്ങനെ ആഡ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാൻ തുടങ്ങാം. ആദ്യം ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, പിന്നീട് കാശ്മീരി ചില്ലിപ്പൊടി. വേറെ മുളക് പൊടി നമ്മൾ ഇടുന്നില്ല, കാര്യം നമുക്ക് നിലവിൽ അതിനകത്ത് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വേറൊരു മുളക് പൊടി ഇടേണ്ട കാര്യമില്ല. ഇനി ഇത് നന്നായിട്ട് പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പുളിവെള്ളം നമ്മൾ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് അത് വെള്ളം ചേർത്ത് ഈ ഇഞ്ചി എല്ലാം അതിനകത്ത് വേവാത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് അത് യോജിപ്പിക്കേണ്ടതാണ്. കാര്യം ഈ വെള്ളം നമ്മൾ പിന്നീട് കുറുക്കിയെടുക്കും. ഈ ഇഞ്ചി അതിനകത്ത് വെന്ത് കുറുകി വരണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ മുൻകൂട്ടി തന്നെ ഒഴിച്ചു വെക്കണം. നമ്മൾ ഇടയ്ക്ക് ഇളക്കി നോക്കിക്കഴിയുമ്പോൾ അവസാനം എത്തുന്ന പുളിയിഞ്ചിയുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടുന്ന വെള്ളം ആദ്യമേ യോജിപ്പിച്ച് വെച്ചിരിക്കണം. കാരണം ആദ്യം പറഞ്ഞ പോലെ ഇഞ്ചി നന്നായിട്ട് വേവണം ഇതിനകത്ത് കിടന്നുകൊണ്ട്, അപ്പോഴാണ് ഈ പുളിയും എല്ലാം അതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ. അങ്ങനെ വെച്ച് നമ്മൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങണം. ഈ സമയത്ത് തന്നെ നമുക്ക് കായംപൊടിയും ഉലുവ പൊടിച്ചു വെച്ചിരിക്കുന്നതും ചേർക്കാവുന്നതാണ്. ഇവ രണ്ടും ഓപ്ഷണലാണ്, എന്നാൽ ഇവിടെ നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. അതിന് പ്രത്യേക രുചിയാണ് അതിനകത്ത് കിട്ടുന്നത്. എന്നിട്ട് നമുക്കിനി ചീകി വെച്ചിരിക്കുന്ന ശർക്കര അതിനകത്തേക്ക് ചേർക്കാം. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചറിയാം, വെള്ളം ഇതിനകത്തുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം നമ്മൾ ഇടയ്ക്ക് ചേർത്തിട്ടുണ്ട്, കാരണം ഈ ഇഞ്ചി നന്നായിട്ട് വേവാൻ. ഇനി ഈ പരുവത്തിൽ, ഇപ്പോൾ കാണുന്ന പരുവത്തിൽ നിന്നും നമ്മൾ അവസാനം എത്തുന്ന പരുവത്തിൽ, ഈ അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ
നമ്മളത് ഇളക്കി 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 യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. അവസാനം നമ്മളത് വെറുതെ വെക്കുമ്പോൾ അതിനകത്ത് കുമിളകളായിട്ട് വായു പുറത്തേക്ക് വരുന്ന ഒരു പരുവമുണ്ട്. ആ പരുവത്തിലെത്തുമ്പോൾ നമ്മുടെ പുളിയിഞ്ചി തയ്യാറായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.